താലിബാൻ അഫ്ഗാൻ ഭരണം പിടിച്ചതിൻ്റെ 4ാം വാർഷികമാണിപ്പോൾ. അത് വലിയ ആഘോഷമാണ് അവിടെ. പക്ഷേ സ്ത്രീകൾ പങ്കെടുക്കുന്നത് വിലക്കിയായിരുന്നു ആഘോഷം. കാബൂളിൽ പുഷ്പവൃഷ്ടിയുമായി ആയിരക്കണക്കിന് താലിബാൻ അനുകൂലികളായ പുരുഷന്മാർ തെരുവിലേക്ക് ഇറങ്ങി. ചിലയിടത്ത് താലിബാനെതിരെ സ്ത്രീകൾ പ്രതിഷേധവുമായി എത്തിയതായി അന്താരാഷ്ട്ര മാധ്യമമായ ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. 2 പതിറ്റാണ്ട് നീണ്ട യുദ്ധത്തിനൊടുവിൽ അമേരിക്കയും നേറ്റോയും സൈന്യത്തെ പിൻവലിച്ചതോടെയാണ് 2021 ഓഗസ്റ്റ് 15-ന് താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ ഭരണം പിടിച്ചത്. ഭരണം തിരിച്ചുപിടിച്ചതോടെ പാർക്കുകളിലും വിനോദ മേഖലകളിലുമടക്കം പല പൊതുവിടങ്ങളിലും സ്ത്രീകൾക്ക് താലിബാൻ പ്രവേശനം നിരോധിച്ചു. വെള്ളിയാഴ്ചത്തെ വാർഷിക പരിപാടിയിൽ മന്ത്രിമാരുടെ പ്രസംഗവും കായിക പരിപാടികളും റാലികളും സംഘടിപ്പിച്ചിരുന്നു. ഹെലികോപ്റ്ററുകളിൽ നിന്ന് പുഷ്പവൃഷ്ടിയും നടത്തി. എന്നാൽ അഫ്ഗാൻ അത്ലറ്റുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഔട്ട്ഡോർ സ്പോർട്സ് പ്രകടനം നടന്നില്ല. അതേസമയം വടക്കുകിഴക്കൻ തഖാർ പ്രവിശ്യയിൽ വെള്ളിയാഴ്ച താലിബാൻ ഭരണത്തിനെതിരെ യുണൈറ്റഡ് അഫ്ഗാൻ വിമൻസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം അംഗങ്ങളായ സ്ത്രീകൾ പ്രതിഷേധ പ്രകടനം നടത്തി. ജോലി, വിദ്യാഭ്യാസം, സാമൂഹ്യ ജീവിതം എന്നിവയിൽ നിന്ന് സ്ത്രീകളെ അകറ്റി നിർത്തുന്ന കറുത്ത ആധിപത്യത്തിന്റെ തുടക്കമെന്നാണ് അസോസിയേറ്റ് പ്രസിന്റെ ലേഖകനോട് കാബൂളിലെ സ്ത്രീകൾ പ്രതികരിച്ചത്. സ്ത്രീകളായ ഞങ്ങൾ ഈ ദിവസത്തെ ഓർമ്മയായിട്ടല്ല, ചരിത്രത്തിലെ ഉണങ്ങാത്ത മുറിവായാണ് ഓർക്കുന്നതെന്ന് അവർ പറഞ്ഞു. താലിബാനോട് ക്ഷമിക്കുന്നത് മനുഷ്യരാശിയുടെ നീതിക്കെതിരായ പ്രവൃത്തിയാണെന്ന് എഴുതിയ ബാനറുകളും അഫ്ഗാൻ സ്ത്രീകൾ ഉയർത്തിപ്പിടിച്ചെന്നാണ് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലും താലിബാൻ വിരുദ്ധ പ്രതിഷേധം നടന്നു. പൊതുവിടങ്ങളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിലക്ക് തുടരുന്ന നടപടിക്കെതിരെ വിദേശ സർക്കാരുകളും ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും അപലപിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.